കാലങ്ങൾ മാറി ഓർമ്മകൾ പൂത്തു, ജീവിത വഴികളിൽ കഥകൾ പിറന്നു. സാജൻ ചെമ്പഴയുടെ ഇന്നലെകൾ, മഴ നനഞ്ഞ ബാല്യത്തിന്റെ പാതകളിൽ സ്വപ്നം വിതച്ചൊരു യാത്രയായിരുന്നു. വീണിടങ്ങളിൽ നിന്നുയർന്ന ചുവടുകൾ, വിജയഗാഥകൾ തീർത്ത വഴികളായി, കണ്ണീരിലെഴുതിയ പാഠങ്ങൾ, പുഞ്ചിരിയാറിയ നിമിഷങ്ങൾ, നീടിയോരോ ഉയരങ്ങൾക്കും പിന്നിൽ അധ്വാനത്തിൻ്റെ അനശ്വര ശബ്ദങ്ങൾ. ഇന്നലകൾ ജീവിതം പാടിയ ഗാനങ്ങൾ, ഇന്നലകൾ ഹൃദയം സൂക്ഷിച്ച ഓർമ്മകൾ, വീഴ്ചകളെ ചവിട്ടുപടിയാക്കി സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് സാജൻ ചെമ്പഴയുടെ ഇന്നലകൾ ഇന്ന് ചരിത്രമായി മാറുന്നു. കാലത്തിന്റെ കാറ്റിൽ പറന്നു വന്ന അനുഭവങ്ങളുടെ പൊൻതൂവലുകൾ, സ്നേഹവും സൗധവും ചേർന്നൊരു ജീവിതത്തിന്റെ മനോഹര ചിത്രങ്ങൾ. വെല്ലുവിളികൾ വന്നപ്പോഴും ധൈര്യം കൈവിടാതെ മുന്നേറി, പ്രതീക്ഷയുടെ വെളിന്നേറി, പ്രതീക്ഷയുടെ വെളിച്ചവുമായി പുതിയ പുലികളെ വരവേറ്റു. ഓർമ്മകൾക്ക് നിറം പകർന്ന മുഖങ്ങളെല്ലാം ഹൃദയത്തിലുണ്ട്. യാത്ര ഇനിയും തുടരുമ്പോൾ സ്വപ്നങ്ങൾ വീണ്ടും ചിറകുവിരിക്കും. ഇന്നലകൾ ജീവിതം സമ്മാനിച്ച നിമിഷങ്ങൾ, ഇന്നലകൾ കാലം കടന്നാലും മായാതെ ഹൃദയത്തിൽ ജീവിക്കുന്ന കഥകൾ. സാജൻ ചെമ്പഴ ഇന്നലകൾ എന്നെന്നും ഓർമ്മകളുടെ ഉത്സവം, ഓർമ്മകളുടെ സംഗീതം. കറ്റാനം CMS ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സാജന്റെ ഇന്നലകൾ എന്ന ആത്മകഥയ്ക്ക് എല്ലാവിധമായ ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളുന്നു. ഇന്നലകൾ എന്ന ആത്മകഥ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ അനുഭവങ്ങളിലെയും ഒരിക്കൽ കൂടി ഓർത്തെടുത്തുകൊണ്ട് അവയെ വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഈ പരിശ്രമം, എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. സാജനെ സംബന്ധിച്ചിടത്തോളം സാജന്റെ പഠനകാലത്തോടുള്ള പ്രതിബദ്ധത, അല്ലെങ്കിൽ പഠിച്ച സ്കൂളിനോടുള്ള പ്രതിബദ്ധത സാജന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളെ നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാജന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. സ്കൂളിന്റെ ഇപ്പോഴത്തെ ലോക്കൽ മാനേജർ എന്ന നിലയിൽ ഈ ആത്മകഥയ്ക്കും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൺമണി. നമ്മുടെ സ്വന്തം സാജൻ ചെമ്പഴ ചേട്ടൻ്റെ ഇന്നലകൾ ഓർമ്മകളിലൂടെ ഒരു യാത്ര എന്ന അദ്ദേഹം എഴുതിയ ആത്മകഥ ഈ വരുന്ന ജൂൺ 28 രാത്രി 8:30 നമ്മുടെ സ്വന്തം ചെങ്ങന്നൂരിൻ്റെ MLA ആയ ശ്രീ വിനു ജോബ് അവറുകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ ചെമ്പഴ ക്രിയേഷനിലും അതോടൊപ്പം തന്നെ ചെമ്പകച്ചോട്ടിലെ വസന്തം എന്ന ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യുകയാണ്. ഈ ഒരു നല്ല മുഹൂർത്തത്തിന് എല്ലാവരുടെയും ആശംസകളും ആശീർവാദവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സാജൻ ചേട്ടന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിലെനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷം. അപ്പോൾ താങ്ക് യു. പ്രിയപ്പെട്ടവരെ, എൻ്റെ സുഹൃത്തു കൂടിയായ സാജൻ ചെമ്പഴയുടെ കഴിഞ്ഞ 37 വർഷക്കാലത്തെ ജീവിത അനുഭവം ഇന്നലകൾ എന്ന ഒരു പരിപാടിയായി അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ ജീവിതങ്ങൾ, അദ്ദേഹം കണ്ടുമുട്ടിയേക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ,
ആത്മീയ ഗുരുക്കൾ, സുഹൃത്തുക്കൾ, മറ്റു സാമൂഹ്യ പ്രവർത്തകർ ഇവരുമായിട്ടെല്ലാം ഉള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുള്ളതാണ് ഈ ഒരു പരിപാടി. തൻ്റെ സ്വന്തം ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരനുഭവമായി മാറട്ടെ എന്നത് വെളിച്ചം പകരുവാനാണ് ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കുന്നത്. സാജൻ ചെമ്പഴയുടെ ഈ ഒരു ഇന്നലകൾ എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കുകയും എന്നോട് വിളിച്ചു പറയുകയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തികളെല്ലാം തന്നെ ഇതിലെ കഥാപാത്രമാണ്. സാജൻ്റെ പഴയ സുഹൃത്തുക്കൾ, പഴയ ബന്ധുക്കാർ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിലെ വ്യക്തികൾ എല്ലാവരും തന്നെ ഈ കഥയ്ക്കകത്ത് കഥാപാത്രങ്ങളാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതാനുഭവം ഇന്നലകൾ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാവർക്കും അതൊരു മാതൃകയാകട്ടെ എന്നും ഒരു സമൂഹത്തിന് മുന്നിലൊരു നല്ല അടയാളമായി ഇത് മാറട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ചങ്ങനാശ്ശേരി MLA എന്ന നിലയിൽ ഞാൻ നടത്തുന്നതായിട്ട് ഔദ്യോഗികമായിട്ട് നിങ്ങളെ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവരും എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുന്നു. ബഹുമാനീയരായ അധ്യാപകർ, വൈദിക ശ്രേഷ്ഠർ, സുഹൃത്തുക്കൾ, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള ഏവർക്കും നമസ്കാരം. ശ്രീ സാജൻ ചെമ്പഴയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച കറ്റാനം CMS ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചെമ്പകച്ചോട്ടിലെ വസന്തം എന്ന കൂട്ടായ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ശ്രീ സാജൻ ചെമ്പഴ തന്റെ പൂർവ്വകാല സ്മരണകളെ കോർത്തിണക്കി ഇന്നലകൾ എന്ന നാമത്തിൽ ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുകയാണ്. ഇന്നലകൾ എന്ന ഈ ഉദ്യമത്തിന്റെ പേര് തന്നെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. കാരണം ഇന്നലകൾ എന്നത് വെറും കഴിഞ്ഞുപോയ ദിവസങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളും സ്നേഹബന്ധങ്ങളും നഷ്ടങ്ങളും സന്തോഷങ്ങളും ഓർമ്മകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ സുഖവും ദുഃഖവും സന്തോഷവുമൊക്കെ സമ്മിശ്രപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും നമ്മുടെ വേരുകളെ മറന്നു പോകാറുണ്ട്. എന്നാൽ ശ്രീ സാജനെ പോലെയുള്ളവർ എടുക്കുന്ന ഇത്തരം പ്രയത്നങ്ങൾ നമ്മെ വീണ്ടും ആ പഴയ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ പഴയ കൂട്ടുകാരെയും അധ്യാപകരെയും നാടിനെയും നാട്ടുകാരെയും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും നാട്ടിൻപുറത്തിന്റെ മണവും ഗുണവും അനുഭവിക്കുവാൻ ഇത്തരം വേദികൾ നമുക്ക് അവസരമൊരുക്കുന്നു. ഓർമ്മകൾ വെറും ഒരു ഗ്രഹാതുരത്വം മാത്രമല്ല, അവ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറയാണ്. ഇന്നലെയെ സ്നേഹിക്കുന്നവർക്ക് ഇന്നിനെ അർത്ഥവത്താക്കുവാനും നാളെയെ പ്രത്യാശയോടെ വാർത്തെടുക്കുവാനും കഴിയും. അതുകൊണ്ട് ഇന്നലകൾ എന്ന ഈ ഉദ്യമം പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സംഗമം മാത്രമാകാതെ തലമുറകളെ ബന്ധിപ്പിക്കുവാനും സ്നേഹവും സൗഹൃദവും പുതുക്കുവാനും കഴിയുന്ന ഒരാഘോഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനോഹരമായ രീതിയിൽ ഇന്നലകൾ എന്ന നാമത്തിൽ തന്റെ ഓർമ്മകളെ കൂട്ടിയിണക്കുവാൻ, അത് കാത്തു സൂക്ഷിക്കുവാൻ പ്രയത്നിക്കുന്ന ശ്രീ സാജൻ ചെമ്പഴയ്ക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും നേരുകയാണ്. ചെമ്പകച്ചോട്ടിലെ വസന്തം എന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ എന്ത് ഭംഗിയായിട്ടും ക്രിയാത്മകമായിട്ടുമാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഇന്നലകൾ എന്ന ഈ ഉദ്യമവും സഹൃദയരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം. ആദരണീയരായ വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാജൻ ചെമ്പഴ തന്റെ ജീവിതാനുഭവങ്ങൾ ഇന്നലകൾ എന്ന പേരിൽ ഒരു ആത്മകഥയായി നമുക്ക് മുന്നിൽ ദൃശ്യാവിഷ്കാരമായി എത്തിക്കുന്ന ഒരു സുദിനത്തിലാണ്. ഒരു മനുഷ്യന്റെ ഇന്നലകൾ എന്നത് വെറും ഒരു കാലഘട്ടമല്ല, മറിച്ച് അയാൾ കടന്നുപോയ വഴികളും കണ്ടുമുട്ടിയ മനുഷ്യരും അനുഭവിച്ചറിഞ്ഞ സ്നേഹവും സങ്കടങ്ങളുമൊക്കെയാണ്. സാജൻ ചെമ്പഴ തന്റെ ഓർമ്മകളിലൂടെ നടത്തുന്ന ഈ യാത്ര കേവലം വ്യക്തിപരമായ ഒന്നല്ല, അത് നമ്മെയും നമ്മുടെ പഴയകാല വിദ്യാലയ ദിനങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നായിരിക്കും എന്നുറപ്പുണ്ട്. തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും അതിലൂടെ പഴയകാല നന്മകളെ പുതുതലമുറയ്ക്കായി പരിചയപ്പെടുത്താനും കാണിച്ച ഈ നല്ല മനസ്സിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഈ പരിപാടി വൻ വിജയമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. സാജന്റെ ഈ ഇന്നലകൾ നമുക്കെല്ലാവർക്കും ഒരു നല്ല നാളേക്കുള്ള പ്രചോദനമാകട്ടെ. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, സാജൻ ചെമ്പഴയുടെ ഇന്നലകൾ എന്ന ആത്മകഥ 2026 ജൂലൈ മുതൽ
കറ്റാനം CMSHSന്റെ വാട്സപ്പ് ഗ്രൂപ്പായ ചെമ്പകച്ചോട്ടിലെ വസന്തം എന്ന ഗ്രൂപ്പിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കറ്റാനം CMSHSലെ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ആശംസകൾ നേരുന്നു. എഴുത്തുകാരൻ നിർമ്മിക്കുന്ന വ്യക്തിപരമായ മിത്താണ് സാഹിത്യ സൃഷ്ടി. അതിൽ അസ്തിത്വത്തിന്റെ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നുവെന്ന് മലയാള സാഹിത്യ നിരൂപകനായ KP അപ്പൻ എഴുതുന്നുണ്ട്. സാജൻ ചെമ്പഴയുടെ എല്ലാ ശ്രമങ്ങളും വിജയകരമായി തീരാൻ ആശംസിക്കുന്നു. നന്മകൾ നേരുന്നു. നന്ദി. ഇന്നലെകൾ എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന സാം മാത്യു അച്ഛൻ, ആദരണീയനായ ചങ്ങനാശ്ശേരി MLA ശ്രീ വിനു ജോബ്, മുഖ്യ സന്ദേശം നൽകുന്ന കുമാരി കൺമണി എസ്, ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന ആദരണീയരായ വൈദികരെ, മറ്റ് മാന്യ വ്യക്തികളെ, ചെമ്പകച്ചോട്ടിലെ വസന്തം ഗ്രൂപ്പിന്റെ അംഗങ്ങളെ, ഈ പ്രോഗ്രാമിന് ആശംസകൾ നേരുവാൻ ഒരവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ചെമ്പകച്ചോട്ടിലെ വസന്തം ഗ്രൂപ്പിന്റെ അംഗമായിരിക്കുക എന്നത് തന്നെ ഏറെ അഭിമാനകരമാണ്. സാജന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഗ്രൂപ്പും അതിന്റെ പ്രവർത്തനങ്ങളും. വളരെ വ്യത്യസ്തവും ആകർഷകവും പുതുമയുള്ളതുമായ ഒരുപാട് പ്രോഗ്രാംസ് ഈ ഗ്രൂപ്പിൽ നടത്തപ്പെടുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നൂതന സാങ്കേതിക വിദ്യകളും ഏറെ സമയവും അധ്വാനവും ഇതിന് പിന്നിൽ ഉണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന സാജനെയും സഹകരണവും നേതൃത്വവും നൽകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സാജന്റെ ഇന്നലെകൾ ഓർമ്മകളിലൂടെ ഒരു യാത്ര എന്ന ഈ പരിപാടിയും വ്യത്യസ്തവും പ്രയോജനപ്രദവും ആയിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെകളാണ് നമ്മെ നാം ആക്കിയത്. തിരിഞ്ഞുനോട്ടങ്ങൾ പലപ്പോഴും സന്തോഷകരമാകണമെന്നില്ല. എന്നാൽ അത് നമ്മെ തെറ്റുകൾ തിരുത്തുന്നതിനും ദൈവത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാടുകൾ നിവർത്തിക്കുന്നതിനും നന്ദിയോടെ ജീവിക്കുന്നതിനും സഹായിക്കും. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്നത് അധ്യാപനത്തിലും വ്യക്തിത്വ വികസനത്തിലും സഹായകരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലവുമാണിത്. പലരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളും അതിലൂടെ കടന്നു വന്ന വഴികളും മറ്റുള്ളവർക്കും പ്രയോജനം ആയും പ്രചോദനമായും മുന്നറിയിപ്പായും ഒക്കെ മാറുന്നതിന് സാധിക്കും. നമ്മുടെയും ഓർമ്മച്ചെപ്പുകൾ തുറന്നാൽ അനുഭവ സമ്പത്തിന്റെ മനോഹരങ്ങളായ മുത്തുകൾ അവിടെയും ഉണ്ടാവും. ഇടയ്ക്കൊക്കെ അവയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഊർജവും ലക്ഷ്യബോധവും നൽകും. സാജന്റെ ഇന്നലകളിലൂടെയുള്ള ഈ സഞ്ചാരം ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർവാധികം ഭംഗിയായി അഭംഗുരം മുൻപോട്ട് പോകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇത്രയും സ്നേഹം നിറഞ്ഞ ചെമ്പകച്ചോട്ടിലെ വസന്തം ഗ്രൂപ്പിലെ വന്യ വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉള്ളൊരു കാത്തിരിപ്പാണ് ഇന്നലകൾ എന്ന ഈ പരിപാടി. ആ പരിപാടിക്ക് ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി അതിന് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചങ്ങനാശ്ശേരി MLA പ്രിയപ്പെട്ട വിനു ജോബ് കുഴിമണ്ണിൽ MLA ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിനോട് ഈ കാര്യം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതിന്റെ പരിപാടിയല്ലേടാ, ഞാൻ അത് ചെയ്തു തരാം എന്നുള്ള ആ ഒരു സൗഹൃദം കൂട്ടിയിണക്കിയുള്ള കാര്യപ്രശ്നം ഒക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. ആ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് മുഖ്യ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട കൺമണി, എൻ്റെ കറ്റാനം വല്യപള്ളി ഇടവകയുടെ പുതിയായി വന്ന വികാരി സോനുവച്ചനോടാണ് ഞാൻ ഈ കാര്യം ആദ്യമേ ചോദിച്ചത്. അങ്ങനെ സോനുവച്ചനാണ് ഈ കൺമണിയുടെ നമ്പറൊക്കെ തന്നത്. അങ്ങനെ വിളിച്ച് കൺമണിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. ഞാൻ കൺമണിയുടെ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പരിപാടിയിൽ കൺമണി മോളെ നീ എനിക്ക് ഈ പരിപാടി ചെയ്തതാ. അടുത്തതായിട്ട് ചെമ്പകച്ചോട്ടിലെ വസന്തം ഗ്രൂപ്പ് CMS ഹൈസ്കൂളിന്റെ മിറ്റത്ത് നടത്തുന്ന പരിപാടിയിൽ കൺമണി ആയിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗസ്റ്റ്. ആ ഒരു വാക്ക് ഞാൻ ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം കണ്ടതാണ്, ആ കുഞ്ഞിന് ജനിച്ച സമയം മുതൽ കൈയില്ലാത്ത കുഞ്ഞാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലുവച്ചാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പല പല കൈയും കാലും പല പല കഴിവുകളും പല പല എല്ലാം സന്തോഷം മാത്രമല്ല ദുഃഖവും ദൈവം തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഇന്നലകൾ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതിനൊരു ഉദാഹരണം കൂടിയാണ് കൺമണി. പ്രിയപ്പെട്ട കൺമണിക്കുള്ള നന്ദി സ്നേഹവും കടപ്പാട് ഞാൻ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് മുഖ്യ സന്ദേശം നൽകിയ നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജർ കൂടിയായ പ്രിയപ്പെട്ട സാം മാത്യു റോയച്ചൻ. നമുക്കറിയാം, അച്ഛനോട് എന്ത് കാര്യം പറഞ്ഞാലും അച്ഛൻ നമ്മുടെ ഗ്രൂപ്പിനോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിച്ച് ആ ഒരു പരിപാടി തീരുന്ന നമ്മുടെ അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ ഉണ്ടാകും. അങ്ങനെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു. അച്ഛന് പനിയാണ്. അച്ഛന്റെ വോയിസ് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവുമായിരുന്നു. അച്ഛന് നല്ല പനിയായിരുന്നു. എങ്കിൽ തന്നെയും എൻ്റെ ഒരു പരിപാടി പറഞ്ഞപ്പോൾ അച്ഛൻ അതിനുള്ള സമയം കണ്ടെത്തി എനിക്കത് ചെയ്തു തന്ന് ഈ ഒരു പരിപാടിയിൽ നല്ലൊരു സന്ദേശം നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ ലോക്കൽ മാനേജർ ഗ്രൂപ്പ് അംഗം സാം മാത്യു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അടുത്തതായിട്ട് ഈ പരിപാടിക്ക് ആശംസ പ്രസംഗങ്ങൾ നൽകിയ നമ്മുടെ ഗ്രൂപ്പ് അംഗവും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കട്ടച്ചിറ പള്ളി അംഗവും കായംകുളം കാദീഷ യാക്കോബയ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ കുഞ്ഞനുജൻ ഷിജു അച്ഛൻ. അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഒറ്റ കാര്യം പറഞ്ഞു, അച്ചാച്ച എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആളുകളില്ലേ, അവരെ വിളിച്ചാ പോരായോ എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ അത് അങ്ങനെയല്ല, എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അച്ഛനോടാണ്, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞത്. ആ ഒരൊറ്റ വാക്കിലൂടെ അച്ഛൻ പറഞ്ഞു, ശരി ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നല്ല ഒരു ആശംസാ പ്രസംഗവും നല്ലൊരു സന്ദേശവും നൽകിയ പ്രിയപ്പെട്ട ഷിജു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പ് അംഗവും നമ്മുടെ ഫർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് 21 വാർഡിന്റെ മെമ്പറും കമ്മിറ്റി അങ്ങോട്ടൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നിഷ കെ സാം ആണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടിയുടെയും നിറസാന്നിധ്യമാണ് പ്രിയപ്പെട്ട നിഷ ചേച്ചി. ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ചേച്ചി ഉണ്ടാകണം, എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും തരണം. അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ട ആശംസകൾ നമുക്ക് അറിയിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പ് അംഗവും കമ്മിറ്റി അംഗവും നമ്മുടെ വാർഡിന്റെ സ്കൂളിൽ നിൽക്കുന്ന ഭാഗത്തെ വാർഡിന്റെ മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട നിഷ കെ സാമിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അടുത്തതായിട്ട് ആശംസ നൽകിയത് നമ്മുടെ സ്കൂളിന്റെ എന്നെ പഠിപ്പിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു അധ്യാപകനാണ് പ്രിയപ്പെട്ട മോഹൻദാസ് സാർ. മോഹൻദാസ് സാറിനെ പറ്റിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന, ഇപ്പോൾ ഇല്ല, നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ബിനു സാറിൽ നിന്നാണ് ഞാൻ മോഹൻദാസ് സാറിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ JK പിടിക്കുള്ള സാറ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ നമ്പറൊക്കെ സംഘടിപ്പിച്ചു തന്ന് ഞാൻ മോഹൻദാസ് സാറിനെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് സാറിന്. കാരണം ഇങ്ങനെ ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി പഠിപ്പിക്കാത്ത ഒരു അധ്യാപകനെ വിളിക്കുക, ഗ്രൂപ്പിൽ ചേർക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു പരിപാടിക്ക് സാറ് തന്നെ വേണം എനിക്കൊരു ആശംസ പറഞ്ഞു തരാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി എനിക്ക് ചുരുങ്ങിയ വാക്കുകളിലായാലും ഒരു ആശംസ ഈ പ്രോഗ്രാമിന് നേർന്നുന്ന പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ആശംസ നേർന്നത്, ഈ പരിപാടിക്ക് ആശംസ നേർന്നത് നമ്മളുടെ ഒക്കെ പ്രിയപ്പെട്ട നമ്മുടെ ആലിമോളി ടീച്ചറാണ്. ടീച്ചറിന്റെ തിരക്കുകൾ നമുക്കറിയാം. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള തിരക്കുകളല്ല ടീച്ചറിന് ഇപ്പോൾ. ടീച്ചർ ഇപ്പോൾ പീറ്റ് മെമ്മോറിയൽ കോളേജിന്റെ, അതായത് നമ്മൾ അധ്യാപകരെ പഠിപ്പിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുകളാണ്. കാരണം പല സമയങ്ങളിൽ വിളിക്കുമ്പോഴും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. എന്നാലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ടീച്ചർ വളരെയധികം സന്തോഷത്തോടെ ഈ പരിപാടിക്ക് വേണ്ട ആശംസകൾ ചെയ്തു തരാൻ ഞാൻ പറഞ്ഞു. ടീച്ചറിനെ ഞാൻ പരിപാടിക്ക് വിളിച്ചിട്ട് തന്നെ കുറെ കാലമായി, അപ്പൊ ടീച്ചർ ഈ പരിപാടി എന്തായാലും ചെയ്തു തരണം. അങ്ങനെ ഞാൻ ടീച്ചറിനെ പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ടീച്ചർ ഈ പരിപാടിയിലേക്കും നമുക്ക് ഈ ഒരു പരിപാടിക്ക് ആശംസ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു പരിപാടിയുടെ അനൗൺസ്മെന്റ് സമയത്ത് അതിനകത്തും ഒരു ചുരുങ്ങിയ വാക്കിൽ ആശംസ രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ, സ്കൂൾ പറയുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ആലിമോളി ടീച്ചർ. ഒരു കാര്യം കൂടെ പറയണം ആലിമോളി ടീച്ചറിനെ പറ്റി പറയുമ്പോൾ, ആലിമോളി ടീച്ചറിന്റെ ഹസ്ബൻഡ് നമ്മുടെ ഗ്രൂപ്പ് അംഗമാണ്, നമ്മുടെ സ്കൂളിന്റെ മുൻ ലോക്കൽ മാനേജറാണ്. എല്ലാ പരിപാടിയിലും നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടിയിലും നിറസാന്നിധ്യമാണ്. അച്ഛനും കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പരിപാടികൾ തന്നെ മാറ്റി നിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും അച്ഛനെ പിന്നെയും ഈ പരിപാടിയിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നത്. പ്രിയപ്പെട്ട റവറൻ തോമസ് ജോർജ് അച്ഛനോടും ആലിമോളി ടീച്ചറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അടുത്തതായിട്ട് ഈ പരിപാടിയിൽ നോട്ടീസ് പ്രകാരം 2 വൈദികരുടെ ആശംസകൾ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഞാൻ വിളിച്ചപ്പോൾ അവർക്കെല്ലാം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാവാം രണ്ട് അച്ഛന്മാർക്കും പല പല അസുഖങ്ങളായിട്ടുള്ള തിരക്കും
അതുപോലെ തന്നെ ബഹറിലാണ് അനീഷച്ചനുള്ളത്. അനീഷച്ചൻ അവിടുത്തെ പള്ളിയിലെ കുറച്ച് തിരക്കുകളും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ലിബിനച്ചൻ, എൻ്റെ ഇടവകാംഗം കൂടിയായ ലിബിനച്ചൻ, അച്ഛനും തീരെ സുഖമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അവർ രണ്ടും ഇന്നൊരു ആശംസ പ്രസംഗത്തിന് നമ്മുടെ ഈ പരിപാടിയിൽ ഉണ്ടാവാതെ പോയത്. അവർ പ്രാർത്ഥനയിൽ ഓർത്തോളാമെന്ന് പറഞ്ഞു, മതി എന്ന് ഞാനും പറഞ്ഞു. അടുത്തതായിട്ട് ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളായ ഓരോ വ്യക്തികളോട്, പ്രിയപ്പെട്ട വൈദികർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എന്നോടൊപ്പം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, സഹപാഠികൾ, എനിക്ക് മുമ്പേയും എനിക്ക് പിൻപേയും പഠിച്ച ആ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാം എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിന്റെ മേളിലാണ് ഞാൻ ഈ ഇന്നലകളെന്ന ഈ കൊട്ടാരത്തിന്റെ ആദ്യ പടി ഇവിടെ തുടങ്ങി വെക്കുന്നത്. നിങ്ങൾ തരുന്ന മുമ്പോട്ടുള്ള ഒരു സ്നേഹം, നിങ്ങൾ തരുന്ന മുമ്പോട്ടുള്ള ആ കരുതൽ ഇനിയും ഈ പരിപാടിയിൽ മുമ്പോട്ടുണ്ടാകണം. അധ്യാപകരോടും വൈദികരോടും പൂർവ്വ സുഹൃത്തുക്കളോടും ഒക്കെ പറയുവാനായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇന്നലകൾ എന്ന് പറയുന്ന കഥയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു. എൻ്റെ ഒരു ആത്മകഥയാണ്, ജീവചരിത്രമാണ്. അത് ജൂൺ 28, ഇന്ന് എൻ്റെ ജന്മദിവസമായ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. അതോടൊപ്പം ഈ പരിപാടി ജൂലൈ 1 മുതൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുകയാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് ശരിക്കും ഈ പരിപാടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാൻ വാക്ക് തരികയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചങ്ങനാശ്ശേരി MLA ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ അവരോടും, ഈ പരിപാടിക്ക് മുഖ്യ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട കൺമണി മോളോടും, ആശംസകൾ നൽകിയ പ്രിയപ്പെട്ട സാമാത്യു അച്ഛൻ, ഷിജു അച്ഛൻ, അലിമോളി ടീച്ചർ, നിഷ കെ സാം, അതുപോലെ തന്നെ മോഹൻദാസ് സാർ, ദൂരെയും ചാരയുമായിരുന്നു ഈ പരിപാടിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന, എനിക്ക് ഒരുപാട് ആശംസ വോയിസുകൾ ചെയ്തു തന്ന ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്. എൻ്റെ ഇടവക രണ്ട് വികാരിമാരായിട്ടുള്ള അച്ഛന്മാരുണ്ടായിരുന്നു, പ്രിയപ്പെട്ട സോനു അച്ഛനും പ്രിയപ്പെട്ട റോയി അച്ഛനും. അതുപോലെ തന്നെ ദൂരെയും ചാരയുമായിരുന്നു ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന, കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് തോമസ് പള്ളിക്കൽ, അതുപോലെ നാട്ടിൽ നിന്ന് പേരെടുത്ത് പറയാനെന്നെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ അധ്യാപകർ, പ്രിയപ്പെട്ട കാർത്തികുട്ടി ടീച്ചർ, മോളി ടീച്ചർ, അലിമോളി ടീച്ചർ, അതുപോലെ തന്നെ JK പിടുക്കുള്ള സാർ, സുഹൃത്തായ ശരണ്യ പ്രശാന്ത്, അങ്ങനെ നിരവധി. ഞാൻ ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. കാരണം ഇത്രയും ദീർഘമായ ഒരു പ്രസംഗിച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഒന്നും ഓർത്ത് പറയാൻ ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം എനിക്ക് അത്രയും വ്യക്തമായിട്ട് നിങ്ങളെ അറിയാം, നിങ്ങളുടെ മനസ്സറിയാം. അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾക്ക് എനിക്ക് എഴുതി വെക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ നിന്നുകൊണ്ടും എന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടും മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതി വെച്ച് നിങ്ങളോടൊരു കാര്യവും പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെപ്പറ്റി പറയുവാനായിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഒരു എഴുത്തും വേണ്ട. അത് തന്നെയാണ് എൻ്റെ കഥയ്ക്കും. കാരണം എൻ്റെ കഥയ്ക്കും ഒരു എഴുത്തും വേണ്ട, എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കഥ. അതാണ് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ഇന്നലകൾ എന്നുള്ള പരിപാടി. എന്തായാലും ജൂലൈ 1 മുതൽ നടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ സദയം ക്ഷമിക്കുക. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.